നമസ്കാരം. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ ഇന്നലെയാണ് പ്രതി ഷിംജിത അറസ്റ്റിലായത്. പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതേസമയം കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് ഷിംജിതയെ റിമാൻഡ് ചെയ്തത്. കോടതിയിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. അതേസമയം കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് പോലീസ്. ഇതിനായി ഹർജി നൽകും. ജാമ്യം നൽകണമെന്ന് ഷിംജിത കോടതിയിൽ ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് വരുമ്പോൾ പരിഗണിക്കാമെന്നായിരുന്നു കോടതിയുടെ മറുപടി. ഷിംജിതയെ മഞ്ചേരി ജയിലിലേക്കാണ് മാറ്റിയത്. ഇന്നലെ വൈകുന്നേരം വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന വനിതാ പോലീസുകാർ ഉൾപ്പെടുന്ന സംഘം മഫ്തിയിൽ സ്വകാര്യ വാഹനത്തിൽ എത്തിയാണ് ഷിംജിതയെ പിടികൂടിയത്. തുടർന്ന് ഇവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയും പൂർത്തിയാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസെടുത്തതിന് പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ്. ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് വടകരയ്ക്ക് സമീപത്തെ ഒരു ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം. അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന വനിതാ പോലീസുകാരടക്കം മഫ്തിയിലെത്തിയാണ് പ്രതിയെ പിടികൂടിയത്. അതേസമയം കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയത് സംശയാസ്പദമാണെന്ന് ദീപകിന്റെ ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചു. പോലീസിന്റെ രഹസ്യ നീക്കങ്ങളിൽ സംശയമുണ്ടെന്നും ഇവർ പ്രതികരിച്ചു. സംഭവം നടന്ന് 6-ാം ദിവസമാണ് ഷിംജിത അറസ്റ്റിലാകുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പയ്യന്നൂരിലെ ബസ് യാത്രയ്ക്കിടെ ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ഷിംജിത ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഒരു ദിവസം തന്നെ ആ വീഡിയോ 23 ലക്ഷം പേരാണ് കണ്ടത്. ഇത് പ്രചരിച്ചതോടെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഷിംജിതയ്ക്കെതിരെ പോലീസ് തിങ്കളാഴ്ച വൈകിട്ട് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ചൊവ്വാഴ്ച ലുക്കൌട്ട് സർക്കുലറും പുറത്തിറക്കി. ഇതിനിടെ മുൻകൂർ ജാമ്യം തേടി ഷിംജിത കോടതിയെ സമീപിച്ചു. ഈ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി വ്യാഴാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് അറസ്റ്റ്. പോലീസ് തിങ്കളാഴ്ച കേസ് രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത ശേഷം ഷിംജിത ഒളിവിൽ പോവുകയായിരുന്നു. ഇവർ സംസ്ഥാനം വിട്ടതായും അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ബുധനാഴ്ച ഇവരെ ബന്ധുവീട്ടിൽ നിന്ന് പിടികൂടിയത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ബസ്സിൽ അപമാനകരമായ രീതിയിൽ പെരുമാറിയെന്ന് കാണിച്ചാണ് ദീപകിന്റെ ദൃശ്യങ്ങൾ പകർത്തി ഷിംജിത സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടുത്തിയത്. പിന്നാലെ ഇതിന്റെ വിശദീകരണം എന്ന രീതിയിൽ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ കൂടി പുറത്തുവിട്ടു. ഇതോടെ മാനസിക സംഘർഷത്തിലായാണ് ദീപക് ജീവനൊടുക്കിയതെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത്. യുവതിയുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ട് ദീപകിന്റെ അമ്മ കെ കന്യക സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. പിന്നീട് ഈ പരാതി ഡിവൈഎസ്പിക്ക് കൈമാറി. ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടുന്ന BNS 108 വകുപ്പ് പ്രകാരമാണ് ഷിംജിതയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. 10 വർഷം വരെ തടവും പിഴയും ഉൾപ്പെടുന്ന വകുപ്പാണിത്. പയ്യന്നൂരിൽ ദീപക്കും ഷിംജിതയും സഞ്ചരിച്ച ബസ്സിലെ CCTV ദൃശ്യങ്ങളിൽ അസ്വാഭാവികമായി ഒന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ബസ്സിനുള്ളിൽ നിന്ന് ഷിംജിത പകർത്തിയ 3 വീഡിയോ ദൃശ്യങ്ങൾ ഏകോപിപ്പിച്ചാണ് സമൂഹ മാധ്യമത്തിൽ ഷിംജിത വീഡിയോ ഉൾപ്പെടുത്തിയത്. മൊബൈൽ ഫോണിലെ വീഡിയോയിലും ഷിംജിത ആരോപിക്കപ്പെടുന്ന ദൃശ്യം ഇല്ലെങ്കിൽ ഷിംജിതയ്ക്ക് അത് കുരുക്കാകും എന്നാണ് സൂചന.